ഹായ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ഐറ്റം മാങ്ങ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചാക്ക് മാങ്ങ വാങ്ങിക്കുന്നത്. അപ്പോൾ മാങ്ങ സീസണൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ മാങ്ങ കിട്ടിയിരിക്കുന്നത് ഇതിനിവിടെ ഞങ്ങളിവിടെ തത്തച്ചുണ്ടൻ മാങ്ങ എന്നാണ് പറയില്ല. അപ്പോൾ വലിയ മാങ്ങ. അപ്പോൾ ഇതിൽ കുറേ കളറ് മാറിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി മുറിച്ചാലും അറിയാം പഴുത്തിക്കണ ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് മിക്സഡ് ഇടാൻ വേണ്ടിയിട്ട് നെല്ലിക്കയും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ മാങ്ങയിൽ നിന്ന് കുറച്ച് മാങ്ങ അധികം ചേർക്കും. പിന്നെ ക്യാരറ്റും വാങ്ങാം കേട്ടോ. മിക്സഡിൽ ആ 3 ഐറ്റം ഞാൻ കൂട്ടൽ. ക്യാരറ്റും മാങ്ങയും നെല്ലിക്കയും. പിന്നെ അതാ നല്ല ഫ്രഷ് നാടൻ കറിവേപ്പില കേട്ടോ. അതിൻ്റെ നാത്തൂൻ്റെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ നല്ല കറിവേപ്പില. അപ്പോൾ അച്ചാർ ഇടാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ചധികം അവിടെ നിന്ന് പൊട്ടിച്ചതുണ്ട്. അപ്പോൾ ഒരു മാങ്ങ അതിൽ നിന്ന് കളർ മാറിയ ഒരു മാങ്ങ മുറിച്ച് നോക്കിയപ്പോൾ നല്ല പഴുത്തിക്കണം കേട്ടോ. അപ്പം ഇതാണ് മാങ്ങ. നല്ല വലിപ്പമുള്ള മാങ്ങ കേട്ടോ. നല്ല കാമ്പൊക്കെ നല്ല ഇതിലിങ്ങനെ മുറിച്ചാലും കിട്ടും. അങ്ങനെ മാങ്ങയൊക്കെ ഞാനിതാ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ബക്കറ്റിലും പിന്നെ ഓട്ടപാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തുടച്ച് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. മാങ്ങ നമ്മൾ നല്ല ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നല്ല തുടക്കണം കേട്ടോ. അപ്പം ഇതാണ് തത്ത ചുണ്ടൻ മാങ്ങ എന്ന് പറയുന്നത്. വെറുതെ ഒന്നല്ല, ഇത് കണ്ടില്ല, തത്തൻ്റെ അതേ ഒരു ഷേപ്പിൽ അതിൻ്റെ ഒരു സൈഡ് ഭാഗം മുറിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൽ മുറിച്ച് നോക്കിയപ്പം കുറച്ചൊക്കെ ഇങ്ങനെ പഴുത്തതും ചെനച്ചതും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറിടാനിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചെനച്ചതെന്ന് വെച്ചാൽ ഞാൻ അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ മുറിക്കുന്നുണ്ട്. നല്ല പഴുത്തതൊന്നും മുറിച്ചിട്ടില്ല. പിന്നെ ഈ മാങ്ങൻ്റെ എല്ലാ അണ്ടിമത്തെ കാമ്പും ഞാൻ വേറെ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറൊരു ആവശ്യത്തിന് വെച്ചതാണ്. അപ്പോൾ അതെന്തിനാന്നുള്ളത് ഞാൻ അത് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മിക്സിയിൽ ഇങ്ങനെ അരച്ചങ്ങാണ്ട് ജാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം മക്കൾക്ക് ബ്രെഡൊക്കെ അങ്ങനെയൊക്കെ തിന്നും ചെയ്യാം. അപ്പോൾ എല്ലാ അണ്ടിമത്തതും ഇങ്ങനെ കിട്ടിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങനെ ജാമാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണ്. അപ്പം ഇതിപ്പോൾ നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ. ഇടയ്ക്കൊക്കെ മക്കൾക്ക് ബ്രെഡൊക്കെ ഇനിയിപ്പോൾ എന്തൊക്കെയെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി തിന്നണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതങ്ങനെ അണ്ടിമെന്ന് ഇങ്ങനെ അരിഞ്ഞ് കണ്ടെടുക്കുമ്പോൾ പിന്നെ അത് കട്ടില്ലാത്തതല്ല. അപ്പോൾ അത് ഞാൻ അച്ചാർക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതും കഴിച്ചിട്ടാണ്. പിന്നെ അച്ചാർക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കടുകും ഉലുവയും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ ഞാൻ ആ ജാമിൻ്റെ പണിയെടുത്തത്. അതിന് അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അച്ചാറിൻ്റെ പണിയൊക്കെയാണ്. അപ്പോൾ ഇതാ മാങ്ങൊക്കെ നമ്മൾ സെറ്റപ്പാക്കി വെച്ചിരുന്നതാണ്. അങ്ങനെ അച്ചാറൊക്കെ റെഡിയായി. പിന്നെ അച്ചാർ ഇടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിന് മുന്നേത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മാങ്ങച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറിയതിന് ശേഷം ഇപ്പോൾ രാത്രി സെറ്റാക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.